ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ശരവണഭവൻ സ്റ്റൈലുള്ള തക്കാളി ചട്നിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. നമുക്ക് ശരവണഭവൻ സ്റ്റൈലുള്ള ടൊമാറ്റോ ചട്നി തയ്യാറാക്കാനായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായ ഓയിലിലേക്ക് ഒരു 4-5 വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 5 വറ്റൽ മുളക്. ഇനി നമുക്ക് ഇത് എണ്ണയിലൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അധികം ഒന്നും റോസ്റ്റ് ആവണ്ട. ഒരു 1 മിനിറ്റോളം വഴറ്റിയതിന് ശേഷം ഒരു മീഡിയം സവാള അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം തന്നെ ഒരു 4-5 ഇതൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ഈ സവോളയൊന്ന് സോഫ്റ്റ് ആവുന്ന വരെ വഴറ്റി കൊടുക്കാം. സവോളയൊക്കെ വേണ്ടേ ഒന്ന് വഴങ്ങി ഒതുങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മീഡിയം സൈസിലുള്ള ഒരു 5 തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ച് വെക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാമേ. തണുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ തക്കാളി നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. ചൂടായ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ. ഇപ്പോൾ വേണ്ടേ നമ്മുടെ തക്കാളി ചട്നി അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. 1-2 മിനിറ്റ് നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ ശകലം ഉപ്പും കൂടെ ചേർത്തുവാണേ. ഒരു 2 മിനിറ്റോളം ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ കുറുകി കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ തക്കാളി ചട്നി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ശരവണഭവൻ സ്റ്റൈലിലുള്ള തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.